ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. തേങ്ങാക്കൊത്തും സവാളയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്ക് ചെയ്താലോ? അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് ചതച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വിനാഗിരിയിലും ഉപ്പിലും നന്നായി കഴുകിയെടുത്തതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് നന്നായി ഈ മസാലയിൽ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സമയമില്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, നിങ്ങൾക്ക് എന്തോരം തേങ്ങാക്കൊത്ത് ഇടാനാണോ താല്പര്യം അതനുസരിച്ച് ഇടുക. അതിനുശേഷം അതുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സവാളയും ഒരുവിധം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇടയ്ക്ക് തേങ്ങാക്കുത്തെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.